ഹലോ, ഗുഡ് മോർണിംഗ്. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2025 സൈക്കിളിലെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കുറേ പേര് എഴുതിയിട്ടുണ്ടാവും, കുറേ പേര് ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ പോലും നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് എന്നുള്ളതും ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ്. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉണ്ടല്ലോ, നമ്മൾ മുന്നേ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്റഡ് ആയി വരുന്ന ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഏരിയനെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ഡിസംബർ 2025 ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ശരി. So first question നോക്കിയേ, according to Glaser, which of these do not represent the caring habits of internal control? ഇന്റേണൽ കൺട്രോളിന്റെ കെയറിംഗ് ഹാബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലേസറിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഗ്ലേസറിന്റെ തിയറീസ് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഓപ്ഷന് സിമ്പിൾ ആയിട്ട് ഈ ഓഡ് വൺ ഔട്ട് എന്നുള്ള ഒരു തിയറി വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കെയറിംഗ് ഹാബിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കെയറിംഗ് ഹാബിറ്റ് നമ്മൾ പറയാറില്ല, ചിലരെ കെയർ ആയിട്ടായി എന്നൊക്കെ പറയാറില്ല, എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഭയങ്കര കെയറിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ കെയറിംഗ് ഹാബിറ്റിൽ വരാത്തത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരാളെ കെയർ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ലോജിക്കലി ചിന്തിക്കാനെങ്കിലും ശ്രമിക്കണം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ കേൾക്കുന്ന വഴിക്ക് ഗ്ലേസർ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഗ്ലേസറോ, എനിക്ക് അറിയില്ലല്ലോ പുള്ളിനെ, അല്ലെങ്കിൽ അയാളുടെ തിയറി എന്താണെന്ന് എനിക്ക് അറിയില്ലോ, ഇന്റേണൽ കൺട്രോൾ ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടല്ലോ, അപ്പൊ ഈ കെയറിംഗ് ഹാബിറ്റ് എന്താണെന്നുള്ള അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. പക്ഷെ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, കെയറിംഗ് ഹാബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയേ, ആക്സെപ്റ്റിംഗ്, നാഗിങ്, റെസ്പെക്ടിങ്, നെഗോഷിയേറ്റിംഗ് ഡിഫറൻസസ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു PYQ വീഡിയോസ് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു പേപ്പർ പിടിച്ചിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതാകുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആൻസർ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് വരുന്നത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആൻസർ അറ്റ്ലീസ്റ്റ് മനസ്സിൽ വിചാരിക്കാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അത് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കണം കേട്ടോ. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, ആക്സെപ്റ്റിംഗ്, നാഗിങ്, റെസ്പെക്ടിങ്, നെഗോഷിയേറ്റിംഗ് ഡിഫറൻസസ്, ഇതിൽ ഏത് വരാനാണ് ചാൻസ് കൂടുതലുള്ളത്? ഒരു കെയറിംഗ് ഹാബിറ്റിന്റെ ഭാഗം അല്ലാത്തത് ഏതാണെന്നോ ചോദിച്ചിരിക്കുന്നത്. ആക്സെപ്റ്റിംഗ്, നമ്മൾ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു കെയറിംഗ് ഹാബിറ്റിന്റെ ഭാഗമായിട്ട് വരാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ അവിടെ നിർത്താം നമുക്ക്. റെസ്പെക്ടിങ് വരാൻ ചാൻസ് ഇല്ല. എന്താ റെസ്പെക്ട് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഒരാളെ റെസ്പെക്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട് കൊടുക്കും, നമ്മൾ തിരിച്ചങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താ വരാൻ ചാൻസ് ഉണ്ട്. നെഗോഷിയേറ്റിംഗ് ഡിഫറൻസസ്, വ്യത്യസ്തതകളെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ് ഒരു തുലനാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നെഗോഷിയേറ്റ് ചെയ്യുന്നു ഡിഫറൻസസ്, വ്യത്യസ്തതകൾ എന്താണുള്ളത് മനസ്സിലാക്കി അതിനെ പറഞ്ഞ് ഡീലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതും ഒരു കെയറിംഗ് ഹാബിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ. നാഗി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ പുള്ളി ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മാതിരി നമ്മൾ കളിയാക്കുന്ന പോലെ, ഹറാസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് നാഗിങ് എന്ന് പറയുന്നത്. ആ ഒരു വാക്കിന്റെ മീനിങ് കിട്ടുമ്പോൾ തന്നെ ആ ഒരു വാക്കിന്റെ മീനിങ് അറിയാമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കെയറിംഗ് ഹാബിറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ് കിട്ടുമല്ലോ. ഒരാളെ ഹറാസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അയാളെ കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലോ, ഒരു കളിയാക്കി ചെയ്യുന്നതല്ല പറയുന്നത്. പക്ഷെ നാഗിങ് എന്ന് പറയുന്നത് ഒരു കെയറിംഗ് ഹാബിറ്റിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. സോ അത് നമുക്ക് ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. അത് ഇനിയിപ്പോൾ നാഗിങ്ങിന്റെ മീനിങ് അറിയില്ലെങ്കിൽ പോലും ബാക്കി മൂന്നെണ്ണം കെയറിംഗിന്റെ ഭാഗമാണെന്ന് കിട്ടിയാൽ പോലും നമുക്ക് നാഗിങ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഉത്തരത്തിലെത്തേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ആ തിയറിയോ അല്ലെങ്കിൽ ആ ഓതറിനെയോ ഒന്നും അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേരൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കത് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് വിട്ടുപോകരുത്. ജസ്റ്റ് നോക്കി നോക്കുക, എന്തെങ്കിലും ഒരു കീവേഡ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, അതൊന്ന് ഉത്തരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നോക്കി, ഇതിന്റെ ഉത്തരം വരുന്നത് നാഗിങ് ആണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് കണക്റ്റിംഗ് ഹാബിറ്റ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞ പോലെ കെയറിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ഹാബിറ്റ്സും വരുന്നുണ്ട്, നോൺ കെയറിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റിംഗ് ഹാബിറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ യൂസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഹാബിറ്റ്സിനെയാണ് നമ്മൾ കണക്റ്റിംഗ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഡിസ്കറേജ് ചെയ്യുന്ന, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ ഡിസ്കറേജ് ചെയ്യുന്ന ഹാബിറ്റ്സിനെയാണ് നമ്മൾ ഡിസ്കണക്റ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നോക്കിയാൽ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അവരെ വൃത്തിക്ക് കേൾക്കുക. ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻ ആചരിക്കുക, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ എൻകറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ലിസൺ ചെയ്യുന്നത്, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്, റെസ്പെക്ട് ചെയ്യുന്നത്, നെഗോഷിയേറ്റിംഗ് ഡിഫറൻസ് ചെയ്യുന്നത്, ഇതെല്ലാം കണക്റ്റിംഗ് ഹാബിറ്റ് ആണ്. അപ്പൊ അത് ആ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. ഇതേപോലെ വരുന്നതാണ് ഡിസ്കണക്റ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അവരെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ബ്ലെയിം ചെയ്യുന്നു, എന്ത് വന്നാലും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കംപ്ലൈന്റ് ചെയ്യുന്നു, അവരെ നാഗ് ചെയ്യുന്നു, ഹറാസ് ചെയ്യുന്നു, അവരെ ത്രറ്റൻ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പണിഷ് ചെയ്യുന്നു, ബ്രൈബിംഗ് ടു കൺട്രോൾ, ഇതെല്ലാം എന്താണ്, ഡിസ്കണക്റ്റിംഗ് ഹാബിറ്റ്സ് ആണ്. ഇത്തരം ഹാബിറ്റ്സുകളാണ് റിവീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ സ്വഭാവം മാറാനും ചാൻസ് കൂടുതലാണ്. ഒരു അൺഹെൽത്തി റിലേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് നിങ്ങൾ കാണാപ്പാടം ഓരോന്ന് ഹെൽത്തി എന്താണ്, അല്ലെങ്കിൽ കണക്റ്റിംഗ് ഹാബിറ്റ് എന്താ, ഡിസ്കണക്റ്റിംഗ് ഹാബിറ്റ് എന്താണെന്ന് പഠിക്കണ്ട. നമുക്ക് സാധാരണഗതിയിൽ അറിയുന്ന ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ഒക്കെ കണക്റ്റിംഗിലും നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഡിസ്കണക്റ്റിംഗിലും വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓപ്ഷൻ ഓഡ് വൺ പിക്ക് ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ അത്? ശരി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് അബോളിഷ്ഡ് ബൈ വിച്ച് അമെന്റ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് അമെന്റ്മെന്റ് വഴിയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അബോളിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ 44th ആണോ, 42nd ആണോ, 40th ആണോ, 45th ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആദ്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിരുന്നു, ആർട്ടിക്കിൾ 31 ആയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അത് പിന്നീട് എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലാതെ മാറ്റി, അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതെ മാറ്റി, അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടിനെ എടുത്ത് മാറ്റി. എന്നിട്ട് അതിനിപ്പോൾ ലീഗൽ റൈറ്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ലീഗൽ റൈറ്റ് ആക്കിയിട്ട് ആർട്ടിക്കിൾ 300A ഇപ്പോൾ അത് കിടക്കുന്നത്. അതിപ്പോൾ ഒരു ലീഗൽ റൈറ്റ് ആണ്. അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല അതിന്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ പഠിക്കുക. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഏതിലെ കിടക്കുന്നുണ്ടായിരുന്നു? ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നത്. പിന്നീട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇപ്പൊ അതൊരു ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 300A ഇപ്പൊ അതിന്റെ ആർട്ടിക്കിൾ വരുന്നത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയായിരുന്നു? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് കേട്ടോ. നോക്കിയാൽ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ അതിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഏരിയ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് എന്തായാലും മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിരിക്കണം, DPSP പഠിച്ചിരിക്കണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിച്ചിരിക്കണം. അതായത് ആർട്ടിക്കിൾ ഒരു ഒന്നാമത്തെ ആർട്ടിക്കിൾ തൊട്ടിട്ട് നിങ്ങൾ ഒരു 51A ആണ് ഇത് വരുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അതുവരെയുള്ളത് വായിച്ചിരിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗം, അതായത് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ അല്ലെങ്കിൽ 35 വരെ വരുന്ന ആ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും ഓരോ ആർട്ടിക്കിൾ എന്താണെന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കണം. ഇന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഏതാണ്, 19 22 അങ്ങനെ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടൂ. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദ്യം വരുന്ന ഏരിയ ആണ്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾസ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയുള്ള ഡ്യൂട്ടീസിന്റെ ആണെങ്കിലും DPSPന്റെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിരിക്കണം. അതിൽ എന്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ഫോളോയിങ് ആണ്. സുഖമായിട്ടുള്ള ഒരു ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ചില കാര്യങ്ങൾ എളുപ്പത്തിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉത്തരത്തിലേക്ക് എത്താം. സോ ഇതിന്റെ ഓപ്ഷൻസ് അടുത്ത സ്ലൈഡിലാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻകൺവീനിയൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കിയേ, ഞാൻ എപ്പോഴും മാച്ച് ഫോളോയിങ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് ആദ്യം വായിക്കുന്നത്. അതിനെ കാരണം ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റിന്റെ പേര് എന്താണെന്ന് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ റൈറ്റ് സൈഡിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് അതുമായിട്ട് മാച്ചിങ് ആയി വരുന്ന പെർസ്പെക്റ്റീവ് ഏതാണെന്ന് നോക്കാം. ആദ്യം നോക്കിയേ, അവയർനെസ് ഓഫ് വൺസ് ഓൺ ക്ലാസ് പൊസിഷൻ ആൻഡ് ഷെയർഡ് വാല്യൂസ്. നമ്മൾ എപ്പോഴും ക്ലാസ് എന്നുള്ള ഒരു വേർഡ് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് മാർക്സിസ്റ്റ് തിയറി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലാസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നസ് കൊണ്ടുവരിക തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മാർക്സിസവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, D1 എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ക്ലാസ് എന്നുള്ള ആ ഒറ്റ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും, മാർക്സിസത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കൂടുതൽ തിയറീസ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. പോസിറ്റിവിസത്തിൽ ക്ലാസ് വരുന്നില്ല, എംപിരിസിസത്തിൽ വരുന്നില്ല, ഫംഗ്ഷണലിസത്തിൽ വരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് എന്നുള്ള സംഭവത്തിൽ നിന്ന് തന്നെ മാർക്സിസത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഓഫ് സൊസൈറ്റീസ് നോംസ് ആൻഡ് വാല്യൂസ് ടു പ്രൊമോട്ട് എ കോൺഷ്യസ്നസ്. ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നിങ്ങൾ ഒറ്റയടിക്ക് വായിക്കുന്ന സമയത്ത് പോസിറ്റിവിസം, എംപിരിസിസം, ഫംഗ്ഷണലിസം ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവിടെ പെൻഡിങ് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ കിട്ടുന്നില്ല, അവിടെ വെക്കാം. നമുക്ക് അടുത്ത് നോക്കുക, ഓൺലി ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയേഴ്സ് ഷുഡ് ബി സ്റ്റഡീഡ്. പോസിറ്റിവിസത്തിന്റെ തിയറി ആയിട്ട് പറയുന്നത് ഇതാണ്. ഒബ്സർവബിളും മെഷറബിൾ ബിഹേവിയേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കാണുന്നതും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതുമാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പോസിറ്റിവിസ്റ്റ് പറയുന്നുണ്ടായിരുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കും പോസിറ്റീവ്സും നോൺ പോസിറ്റീവ്സും ഒക്കെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നില്ല, ഡൗട്ട് ആണെങ്കിലും അതും അവിടെ വെക്കാം. എംപിരിസിസ് അറിയാലോ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് എംപെരിക്കൽ ഫോർമുല. എന്താ എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? എംപെരിക്കൽ ഫോർമുല നമുക്ക് അക്കങ്ങൾ വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് അല്ലെങ്കിൽ അക്കങ്ങൾ വെച്ചിട്ട് വാല്യൂസ് കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെ? അങ്ങനെയല്ല നമ്മൾ എംപെരിക്കൽ ഫോർമുലാസ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ നമുക്കറിയാം എംപെരിക്കൽ എന്ന് പറയുന്നത് ഡാറ്റ, അതല്ലെങ്കിൽ അക്കങ്ങൾ, ന്യൂമറിക്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. ഫാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാക്ച്വൽ ഇൻക്വയറി ബേസ്ഡ് ഓൺ ഡാറ്റ ആൻഡ് ഒബ്സർവേഷൻസ്. അവിടെ ഡാറ്റ എന്നും കൂടെ ഉണ്ട്. സ്ലൈഡ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിന്റെ ഫുൾ ഓപ്ഷൻസ് വീഡിയോന്റെ ഉള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഫാക്ച്വൽ ഇൻക്വയറി ബേസ്ഡ് ഓൺ ഡാറ്റ ആൻഡ് ഒബ്സർവേഷൻ, അത് ഇതിലേക്ക് വരും. ഡാറ്റയും ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടുള്ള എംപെരിസിസം ആണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. D1 ഉം B4 ആണെന്ന് കിട്ടി. ഇതിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്ഷൻസ് എലിമിനേറ്റ് ഉത്തരത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ പോലും ഞാനിവിടെ മാർക്ക് ചെയ്യാണ് ബാക്കിയും കൂടെ. പോസിറ്റീവ്സ് എന്താണെന്ന് നമുക്കറിയാം, ഒബ്സർവബിളും മെഷറബിളും ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ പഠിക്കുന്നതാണ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷണലിസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു സോഷ്യലൈസേഷൻ ഓഫ് സൊസൈറ്റി നോംസ് ആൻഡ് വാല്യൂസ്. സോ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓരോ കീവേഡ് നിന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും അത് ഏതാ കൺസെപ്റ്റ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് ഇരുന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ആയി പോകും, ഇതല്ല, ഇതിങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ഇതിലേക്കും പോവാലോ എന്നുള്ളതൊക്കെ ചിന്തിക്കാം നമുക്ക്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ക്ലാസ്സിന് കണ്ട മാർക്സിസത്തിലേക്ക് പോവാം.
എംപിരിസിസം ഫാക്ച്വൽ ഇൻക്വയറി ആണെന്ന് മനസ്സിലാക്കുക. പോസിറ്റിവിസം ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള അതിനാണ് കണക്ട് ചെയ്യുന്നത്. ഫംഗ്ഷണലിസം ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലിസം. അപ്പൊ എങ്ങനെയാ വരുന്നത്? A3B4 C2D1 അല്ലേ? ഞാൻ ഓപ്ഷൻ നോക്കിയേ, ഒറ്റയടിക്ക് എത്താൻ വേണ്ടി പറ്റും. A3 D1 അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ മാർക്ക് ചെയ്ത മാർക്സിസം ക്ലാസ്സുമായിട്ട് മാർക്ക് ചെയ്തല്ലേ D1. ആ ഒരു D1 എന്നുള്ള ഒറ്റ ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം എന്താ, D1 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ക്ലിയർ ആണ് പറഞ്ഞത്. മാർക്സിസം ക്ലാസ് ആണെന്നുള്ളൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശരി, സെറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോവേ പ്രകാശ് ന്യൂസ് പേപ്പർ വാസ് സ്ട്രോങ്. ഇത് ചില നമ്മൾ നോക്കുന്ന സമയത്ത് ഷോമേ എന്നൊക്കെ വരും കേട്ടോ. അപ്പൊ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ നോക്കണ്ട. ഷോവേ പ്രകാശ് ന്യൂസ് പേപ്പർ എന്നുള്ള നോക്കിയാൽ മതി. പ്രകാശ് എന്ന് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കുന്നതാണ് ഇത്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്, ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ചാരിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച്, സോഷ്യൽ സർവീസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി കുറച്ചും കൂടെ ബേസ് ചെയ്തിട്ടുള്ള എന്തിനാ, സോഷ്യൽ റിഫോംസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ റിഫോമേഴ്സിനെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഇന്ത്യൻ സോഷ്യൽ വർക്ക് ഹിസ്റ്ററി സോഷ്യൽ റിഫോംസിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള റിഫോം മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കിടക്കുന്നത്. പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന കുറച്ചും കൂടി ചാരിറ്റി ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നു, അതുവഴി ആൾക്കാരുടെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നു, അതുവഴി ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ഫോക്കസ്. ഇപ്പൊ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ നമുക്കറിയുന്നതല്ല, ലണ്ടൻ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഷോവേ പ്രകാശ് തുടങ്ങിയിട്ടുള്ളത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ തുടങ്ങിയിട്ടുള്ള. ബംഗാളി ന്യൂസ് പേപ്പർ ആണ് അത് വരുന്നത് കേട്ടോ. ജസ്റ്റ് അതൊരു ഭയങ്കര ജനറൽ നോളജ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതങ്ങനെ തന്നെ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബംഗാളി ന്യൂസ് പേപ്പർ ആണ്. 1858 ആ ഒരു കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, ഭയങ്കര പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു ഡേവിഡ് ആപ്റ്റർ 1965, in the context of development administration, dash are those cultural values that support development process and dash are those cultural values that hamper development efforts. Development projects നെ സപ്പോർട്ട് അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസ്, ചില കൾച്ചറൽ വാല്യൂസ് ഉണ്ട്, അത് ഡെവലപ്മെന്റ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യും. ചില കൾച്ചറൽ വാല്യൂസ് സപ്പോർട്ട് ചെയ്യും, ചില കൾച്ചറൽ വാല്യൂസ് ഹാമ്പർ ചെയ്യുക, അല്ലെങ്കിൽ ഹാമ്പർ ചെയ്യാന്ന് വെച്ചാൽ ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് തടസ്സം ക്രിയേറ്റ് ചെയ്യും. ആ ഡെവലപ്മെന്റൽ എഫേർട്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആ കൾച്ചറൽ വാല്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പെർട്ടിക്കുലർ കൾച്ചറൽ വാല്യൂസിന് ചില പേരുകൾ പറയും, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർഗാനിക്, ഇൻഓർഗാനിക് ഓർഗാനിക്, കൺസ്യൂമേഷൻ ഇൻസ്ട്രുമെന്റൽ കൺസ്യൂമേഷൻ. ഏതാന്ന് നോക്കിക്കേ. ഇത് നമുക്കൊരു മിയർ ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും രണ്ട് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഇൻസ്ട്രുമെന്റൽ കൺസ്യൂമേഷൻ എന്ന് പറയുന്ന ആൻസർ ആണ് കേട്ടോ. ഫോർത്ത് ഓപ്ഷൻ ആണ് വരുന്നത്. സോ ഇൻസ്ട്രുമെന്റൽ കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താ, ഡെവലപ്മെന്റ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും അത്. നമുക്ക് കുറച്ചും കൂടെ ആ കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡാപ്റ്റബിൾ ആയിരിക്കും. അപ്പൊ അത്തരം കൾച്ചറൽ വാല്യൂസ് എന്ത് ചെയ്യും, സാധാരണഗതിയിൽ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ചില കൾച്ചറൽ വാല്യൂസ് ഉണ്ടായിരിക്കും ഭയങ്കര റിജിഡ് ആയിരിക്കും, ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, ഭയങ്കര റിജിഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. അതിനെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കൾച്ചറൽ വാല്യൂവിനെ. അപ്പൊ അത്തരം കൾച്ചറൽ വാല്യൂസ് കാരണം ഡെവലപ്മെന്റൽ എഫേർട്സിന് ചിലപ്പോൾ മോശം അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അത്തരം കൾച്ചറൽ വാല്യൂസ് നമ്മൾ പറയുന്നതാണ് കൺസ്യൂമേഷൻ എന്ന് പറയുന്നത്. കൺസ്യൂമേഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫുൾഫിൽമെന്റ് എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും ഒരു കോഡ് വെച്ച് പഠിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും ഇതൊരു ഗസ് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവമാണ്. കൺസ്യൂമേഷൻ ഇൻസ്ട്രുമെന്റൽ, കുറച്ചും കൂടെ ചാൻസ് ഇൻസ്ട്രുമെന്റൽ കൾച്ചറൽ വാല്യൂസ് ആർ that support development process and consumation cultural values are those hamper the development efforts. അത് അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല. അതായത് ഡേവിഡ് ആപ്റ്ററിനെ കുറിച്ചിട്ട് മുന്നേയും കുറെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. നമുക്കറിയാം എല്ലാ പ്രാവശ്യം കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും, കുറച്ച് ഒരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കും, കുറച്ച് മീഡിയം ലെവലും വരും, കുറച്ച് ഈസി ലെവൽ ക്വസ്റ്റ്യൻസും വരും. അപ്പൊ ഇത് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു ഓതറോ അങ്ങനെയൊന്നും അല്ല. സോ നമുക്ക് ചിലപ്പോൾ എല്ലാവരും പഠിച്ച ഒരു തിയറിയോ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ശരി. ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് Rio + 10 വാസ് ഹെൽഡ് അറ്റ്. എവിടെയാണ് Rio + 10 നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റിയോ എർത്ത് സമ്മിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിൽ Rio + 10 നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിയോ സമ്മിറ്റ് നടന്നതിന് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നടന്നതാണ് കേട്ടോ Rio + 10 എന്ന് പറയുന്നത്. Rio + 20 നടന്നിട്ടുണ്ട്. അതായത് റിയോ സമ്മിറ്റ് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞ് നടന്നതാണ് Rio + 20. അപ്പൊ അതിൽ Rio + 10 എവിടെ വെച്ച് നടന്നു? നമുക്കറിയാം റിയോ സമ്മിറ്റ് നടന്നത് എവിടെയാ? നമുക്കറിയാം അത് ജനീവയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. Rio + 10 നടന്നത് എവിടെയാ? Rio + 10 നടന്നത് ജോനാസ്ബർഗിലാണ് കേട്ടോ. ജോനാസ്ബർഗ് എന്ന് പറയുന്നത് ഷാങ്കായിൽ വെച്ചിട്ട് നടന്നിട്ടില്ലേ? ഷാങ്കായിലുള്ള എന്താ, ഷാങ്കായ് കോർപ്പറേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? SCO എന്നൊക്കെ പറയാറില്ലേ? അപ്പോ
നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയോ പ്ലസ് 10 ഇപ്പൊ അടുത്ത് കഴിഞ്ഞല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും റിയോ പ്ലസ് 10 ഇപ്പൊ അടുത്ത് കഴിഞ്ഞാന്ന് ചിന്തിക്കും. അല്ല, റിയോ പ്ലസ് 10 കഴിഞ്ഞ മുന്നെയാണ്. പക്ഷെ അതിന്റെ എന്താ വെച്ചാൽ റിയോ സമ്മിറ്റും റിയോ പ്ലസ് 20 സമ്മിറ്റ് നടന്നതും ഒരേ സ്ഥലത്താണ്. പക്ഷെ റിയോ പ്ലസ് 10 മാത്രമാണ് വേറെ സ്ഥലത്ത് നടന്നത്. അതുകൊണ്ടാണ് ആ റിയോ പ്ലസ് 10 എവിടെയാണ് നടന്നതെന്നുള്ള ചോദിച്ചത്. അപ്പൊ അതൊരു പാറ്റേൺ ആണ്. ആ റിയോ സമ്മിറ്റിനെ ബേസ് നമ്മളെല്ലാവരും റിയോ സമ്മിറ്റ് പഠിച്ചിട്ടുണ്ടാവും. 1992 റിയോ സമ്മിറ്റ് നടന്നു, എർത്ത് സമ്മിറ്റ് നടന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്ലസ് 10 പ്ലസ് 20 നോക്കിയിട്ടുണ്ടാവില്ല. സോ ബേസ് മാത്രം നിങ്ങൾ ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയോ പ്ലസ് 20 എന്താ നടന്നേ, 10 എന്താ നടന്നതെന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരു ബേസ് ഐഡിയ മാത്രം ഉണ്ടാക്കി വെക്കുക. എവിടെയാണ് അത് നടന്നിട്ടുള്ളത്, എന്താണ് അതിന്റെ കീ പർപ്പസ് എന്ന് പറയുന്നത്, ഏതെങ്കിലും അജണ്ട പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിച്ച് ഒരുപാട് സമയം കളയരുത്. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1992 റിയോ ഡി ജനീരിയ ബ്രസീലിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം എവിടെ വെച്ചിട്ടായിരുന്നു അജണ്ട 21 പ്രപ്പോസ് ചെയ്തത്, അവിടെയായിരുന്നു, ബ്രസീലിലാണ് നടന്നത്, റിയോ ഡി ജനീരിയയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, യുണൈറ്റഡ് റിയോ പ്ലസ് 20 നടന്നത് നമുക്കറിയാം. ആദ്യം 1992 റിയോ സമ്മിറ്റ് നടന്നു, അത് കഴിഞ്ഞ് റിയോ പ്ലസ് 20 2012 നടന്നത് കേട്ടോ. ഞാൻ രണ്ടും അടുത്തടുത്ത ഒരേ സ്ഥലത്ത് നടന്നുകൊണ്ടാണ് അടുത്തടുത്ത് വെച്ചത് കേട്ടോ. അതും അവിടെ തന്നെ നടന്നത്, റിയോ ഡി ജനീരിയയിലാണ് നടന്നത്, ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നത്. ഗ്രീൻ എക്കോണമി ആൻഡ് ഫ്രെയിംവർക്ക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG ഗോൾസിനെയൊക്കെ പ്രപ്പോസ് ചെയ്തത് ഈ ഒരു സമയത്താണ്, അല്ലെങ്കിൽ SDG ഗോൾസിലേക്കുള്ള ആ ഒരു ഫ്രെയിം വർക്ക് ഇതാക്കിയത്. അടുത്ത് നോക്കിയാൽ റിയോ പ്ലസ് 10 ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2002 നടന്നതാണ്. അപ്പൊ നോക്കിയാൽ 92 റിയോ സമ്മിറ്റ്, അത് കഴിഞ്ഞ് 10 വർഷം 2002, അതാണ് റിയോ പ്ലസ് 10 ജോനാസ്ബർഗിലാണ് നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോനാസ്ബർഗിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പോവർട്ടി ഇറാഡിക്കേഷൻ ഒക്കെ ആയിരുന്നു മെയിൻ പർപ്പസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ശരി, ജസ്റ്റ് ഓർത്ത് വെക്കുക എവിടെ വെച്ച് നടന്നു, എന്താണ് അതിന്റെ ഈ ഒരു സ്ലൈഡിങ്ങിൽ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയേ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. തിയറിന്ന് നേരിട്ട് ചോദിച്ചു എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയില്ല. റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഏത് തിയറിയുടെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി അത്രേ ചോദ്യമുള്ളൂ. ഇഫ് എ റെസ്പോൺസ് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്, ഒരു പെർട്ടിക്കുലർ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് അത് കൂടുകയോ കുറയോ ചെയ്യുന്നു, എന്തിന്റെ ബേസിൽ? റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു, പണിഷ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളതിന്റെ ബേസിസിൽ അത് ഏത് തിയറിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയാന്ന് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ് ഇത്, നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്, ഇങ്ങനെ രീതിക്ക് കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. കുറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവർ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റീഇൻഫോഴ്സ്മെന്റ്. എങ്ങനെയാണ് കുട്ടികൾ റീഇൻഫോഴ്സ്മെന്റ് നടത്തുക, അതോ പണിഷ്മെന്റ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ. ക്ലാസിക്കൽ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അപ്ലിക്കേഷൻ എന്താണ് എഡ്യൂക്കേഷനിൽ എന്നുള്ള സംഭവമൊക്കെ. ആക്ച്വലി ഈ തിയറി വരുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് ആണ് കേട്ടോ. ഒപ്പറന്റ് കണ്ടീഷനിങ്ങിലാണ് ഈ ഒരു സംഭവം വരുന്നത്. റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, പണിഷ്മെന്റ് കൊടുക്കുക. നമ്മൾ പറയാറില്ലേ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഭവം അവിടുന്ന് ഒരു എന്താ പറയാ, നമ്മള് ഇപ്പൊ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട് ഒരു കുട്ടിക്ക് എന്ന് വിചാരിക്കാം. നമുക്ക് അറിയുന്ന സംഭവം പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ക്യാരക്ടർ ആ കുട്ടിയെ ഇപ്പൊ നല്ല സ്കോർ വാങ്ങുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വായിക്കാൻ ഒരു പുസ്തകം എക്സ്ട്രാ വായിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ് ചെയ്യുക. ആ കുട്ടിക്ക് ഉള്ള സ്വഭാവത്തെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താ, നമ്മള് എന്തെങ്കിലും ഒരു സംഭവം, അപ്പൊ ആ കുട്ടിക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇപ്പൊ കുട്ടി നല്ല സ്കോർ വാങ്ങി, അപ്പൊ ആ കുട്ടിയോട് പറയാണ് ഓക്കെ നീ നാളത്തേക്കുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ട് വരണ്ട. അതായത് നമുക്ക് ആ കുട്ടിക്കുള്ള ഒരു എക്സ്ട്രാ ബേർഡൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടറിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് കിട്ടും, ഓക്കെ ഞാനിങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ സംഭവം സ്കോർ നല്ല വാങ്ങുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറെ പ്രിവിലേജസ് കിട്ടുന്നുണ്ട്, അപ്പൊ ഞാൻ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിത് കിട്ടും എന്നുള്ളൊരു സംഭവം. അതാണ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ കുറെ പേര് റീഇൻഫോഴ്സ് ചെയ്യില്ലേ. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ചില സമയത്ത് പറയാറില്ലേ, ചില ഫുഡുകളൊക്കെ നമ്മൾ വീട്ടിൽ അമ്മമാരെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എങ്ങനെ ശരിക്കും ലിറ്ററലി നടക്കുന്നതാണ്. നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന സംഭവം, നിങ്ങൾ വെച്ചാലേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കും, നമ്മളെന്താ അവരെ റീഇൻഫോഴ്സ് ചെയ്യാണ്. ഓക്കെ നിങ്ങൾ അത് വെച്ചേ പറ്റും, നിങ്ങൾ വെച്ചാലാണ് അതിന് ടേസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ എന്താണ്, ആ ഒരു ജോലി അവർ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതല്ല, പക്ഷെ അതൊരു ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ അവരെന്താണ്, ഓക്കെ ഞാൻ ഈ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അപ്പൊ ഞാൻ ഇത് വെക്കണം എന്നുള്ളൊരു സംഭവം റീഇൻഫോഴ്സ്ഡ് ആവുന്നവർ. അതാണ് സംഭവം നടക്കുന്നത്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നല്ലേ, പണിഷ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളൊരു സംഭവം. ഓക്കെ, അതും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് കേട്ടോ. ശരി, അതാണ് ഓപ്പറന്റ് കണ്ടീഷൻ. അടുത്ത നോക്കിയത് ഫെമിനിസ്റ്റ് അപ്രോച്ച് വിത്ത് വ്യൂസ് ദാറ്റ് സോഴ്സസ് ഓഫ് വുമൻസ് ഇൻഇക്വാലിറ്റി റിസൈഡ്സ് വിത്തിൻ ദ ലോ ആൻഡ് പോളിസീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ സോഷ്യലൈസേഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇസ് ടേംഡ് ആസ്. ഫെമിനിസ്റ്റ് അപ്രോച്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ഫെമിനിസം വരുന്നുണ്ട്. മാർക്സിസ്റ്റ് ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ലിബറൽ സോഷ്യലിസ്റ്റ് ഫെമിനിസം, എക്കോ ഫെമിനിസം വരുന്നുണ്ട്, ക്യൂർ ഫെമിനിസം വരുന്നുണ്ട്.
ഒരുപാട് കൈൻഡ് ഓഫ് ഫെമിനിസം വരുന്നുണ്ട്. നിങ്ങൾ ഓരോ ഫെമിനിസ്റ്റിനെയും ഇൻ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതെന്താണ് അതിന്റെ കോർ ഐഡിയ എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ക്യൂർ ഫെമിനിസം, എക്കോ ഫെമിനിസം ഒക്കെ നിങ്ങൾക്ക് ആ വാക്കിൽ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. സോഷ്യലിസ്റ്റ് ഫെമിനിസം പറ്റുന്നുണ്ടായിരിക്കും, മാർക്സിസ്റ്റ് ഫെമിനിസം പറ്റുന്നുണ്ടായിരിക്കും. സോ ആ ഒരു ബേസിക് ഐഡിയ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി ഒരു 1 ലൈൻ ഓർത്ത് വെച്ചാലും മതി നിങ്ങൾ എന്താണ് ആ ഒരു ഫെമിനിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സോഴ്സ് ഓഫ് വുമൻസ് ഇൻഇക്വാലിറ്റി റിസൈഡ്സ് വിത്തിൻ ദ ലോ ആൻഡ് പോളിസീസ് ആൻഡ് ഡിഫറൻസ് ഇൻ സോഷ്യലൈസേഷൻ. സോഷ്യൽ പോളിസീസിൽ ഉണ്ടാവുന്ന, അതായത് ഒരു ഇനീക്വാലിറ്റി, വിമന്റെ ഇനീക്വാലിറ്റി റിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത് ആ സമൂഹത്തിലെ നിയമങ്ങൾ കാരണം, പോളിസീസ് കാരണം, സോഷ്യലൈസേഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് കാരണമാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഏത് ഫെമിനിസ്റ്റ് അപ്രോച്ചാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഏത് ഫെമിനിസ്റ്റ് അപ്രോച്ചാണ് വരുന്നതെന്ന് അറിയോ? ലിബറൽ ഫെമിനിസ്റ്റ് വരുന്നതാണ് കേട്ടോ. ലിബറൽ ഫെമിനിസ്റ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫെമിനിസ്റ്റിന്റെ ഒരു വൺ ലൈൻ ഡീറ്റെയിലിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോയിലും പോളിസീസിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം കാരണം, അല്ലെങ്കിൽ സോഷ്യലൈസേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം എന്തുണ്ടാവുന്നു? വിമനിൽ ഇൻഇക്വാലിറ്റി നേരിടേണ്ടി വരുന്നു എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഓക്കെ, മാർക്സിസ്റ്റ് ഫെമിനിസം എന്താ വരുന്നത്? വിമൻ സപ്രഷൻ മെയിൻലി ടു ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് സ്ട്രക്ചേഴ്സ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. വിമന്റെ ഓപ്പറേഷൻ മെയിൻലി എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട്. ക്ലാസ് കണ്ടോ? മാർക്സിസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങളൊരു കീവേഡ് ആയിട്ട് ഓർത്ത് വെക്കുക, മാർക്സിസ്റ്റിൽ ക്ലാസ് എന്നുള്ളൊരു സംഭവം എപ്പോഴും വരുന്നുണ്ടായിരിക്കും. ക്ലാസ് സ്ട്രക്ചേഴ്സും എക്കണോമിക് എപ്പോഴും വരുന്നുണ്ടാവും ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്നുണ്ടായിരിക്കും. അത് അവർ കൊടുക്കുന്ന ഒരു കീ ആണ് നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു സംഭവം ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റും. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമായിട്ടാണ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് പറയുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റിൽ എന്താ പറയുന്നത്? പാട്രിയാർക്കിയും മെയിൽ ഡോമിനൻസും ആണ് വിമൻ ഇൻഇക്വാലിറ്റിയുടെ ഏറ്റവും മൂല കാരണമായിട്ട് അവർ പറയുന്നത്. അല്ലെ, പാട്രിയാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, മെയിൽ ഡോമിനൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് സംഭവങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് വിമൻ ഇപ്പോഴും ഇൻഇക്വലായിട്ട് നിലനിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ് കുറച്ചും കൂടെ പറയുന്നത്. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ഇത് മാത്രം പറയുന്നതെന്നല്ല കേട്ടോ പറയുന്നത്, ഇതായിട്ട് ബേസ് ഒരു 1 ലൈൻ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ ആഡ് ചെയ്തതാണ്. ഇത് മാത്രമേ ഉള്ളൂ റാഡിക്കൽ ഫെമിനിസം, ഇത് മാത്രമേ ഉള്ളൂ മാർക്സിസ്റ്റ് ഫെമിനിസം, ഇത്രയേ ഉള്ളൂ സോഷ്യലിസ്റ്റ് ഫെമിനിസം ഒന്നും കരുതരുത്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ഫെമിനിസ്റ്റ് ഐഡിയോളജീസ് എന്താണ്, ഫെമിനിസ്റ്റ് തിയറീസ് എന്താണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്താ പറയുന്നത്? പാട്രിയാർക്കിയും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. പാട്രിയാർക്കി ആൻഡ് ക്യാപിറ്റലിസം ആർഗ്യൂയിങ് ബോത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ് ഒപ്രസ് വിമൻ. സോഷ്യലും എക്കണോമിക്കും ആയിട്ടുള്ള സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? വിമനെ ഒപ്രസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്രോണോളജിക്കൽ ഓർഡർ ആണ് കേട്ടോ. നിങ്ങൾ എക്സാക്ട് വർഷം പഠിച്ചു വെച്ചില്ലെങ്കിലും ഇങ്ങനത്തെ ക്രോണോളജി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സാക്ട് വർഷം പഠിച്ചു വെക്കണം എന്ന് പറയില്ല നമ്മൾ. പക്ഷെ എന്ത് ചെയ്യാം? ക്രോണോളജി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് വന്നിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. എന്താണ് ആദ്യം വന്നത്, എന്താണ് പിന്നീട് വന്നത് എന്നുള്ളൊരു ഓർഡർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാക്ട് വർഷം പഠിക്കണം. അപ്പൊ ചാരിറ്റി ഓർഗനൈസേഷൻ ഇന്ന വർഷം വന്നു, അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻ മൂവ്മെന്റ് ഈ ഒരു വർഷമാണ് വന്നത് എന്നുള്ള എക്സാക്ട് വർഷം നിങ്ങൾ പഠിക്കേണ്ട. പക്ഷെ എന്ത് ചെയ്യാം? ചാരിറ്റി ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വന്നത്. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ മതി. ഇന്നത് ആദ്യം വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു, അങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്പുറത്ത് വർഷമാണല്ലോ, അപ്പൊ അതിൽ ക്രോണോളജി നോക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ നോക്കിയാൽ ചാരിറ്റി ഓർഗനൈസേഷൻ മൂവ്മെന്റ് ഏത് വർഷമായിരുന്നു? 1870 to 1917 വരെയൊക്കെ നമുക്ക് പറയാം. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് 1955 ഓൺവേർഡ്സ് ആണ് വരുന്നത്. എക്സ്പാൻഷൻസ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് 1935 to 55 ആണ്. റൈസ് ഓഫ് ഫെഡറേഷൻസ് ഒരു 1917 to 35 ആണ് വരുന്നത്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് കറക്റ്റ് കണക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കി 1870 മുതൽ 1917 വരെ ചാരിറ്റി ഓർഗനൈസേഷൻ മൂവ്മെന്റ് ആണ്. 1917 മുതൽ 35 വരെ ഫെഡറേഷൻസ് റൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 35 മുതൽ 55 വരെ എന്ത് വരാൻ തുടങ്ങി? പ്രൊഫഷണൽ ഡെവലപ്മെന്റും എക്സ്പാൻഷൻസും തുടങ്ങി. 55 തൊട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും സോഷ്യൽ ചേഞ്ചിനെയും ഫോക്കസ് ചെയ്തു. കറക്റ്റ് ഓർഡർ, കണ്ടിന്യൂറ്റി ഉണ്ട്. വർഷങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, ഒരു കറക്റ്റ് പീരീഡാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൽ അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഏതായത് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എങ്ങനെയാ വരുന്നത്? A3B4 C2D1, A3B4 C2D1 ഒറ്റ ഓപ്ഷൻ തന്നെ വരുന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർ ദ ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ ടൂൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണല്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത്, ഇതിന്റെ ഓപ്ഷൻസ് അപ്പുറത്ത് വരുന്നുണ്ടേ. എനിക്ക് തോന്നുന്നു 2 എണ്ണം വരുന്നുണ്ട് ആക്ച്വലി ഇതിൽ. അപ്പൊ നമുക്ക് വരില്ല എന്ന് ഉറപ്പുള്ളത് ഏതാ? ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ ക്വാളിറ്റേറ്റീവിലല്ല, കുറച്ചും കൂടെ ക്വാണ്ടിറ്റേറ്റീവിലാണ് വരുന്നത്. നമുക്കറിയാം, നമ്മൾ സർവേ മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ക്വസ്റ്റ്യനെയർ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യനെയർ നമുക്ക് ഒഴിവാക്കാം. ഡി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു കേട്ടോ.
ബാക്കി ഇതേ ഉള്ളൂ. സ്ട്രക്ചർഡ് ഇന്റർവ്യൂ സ്കെഡ്യൂൾ ഉണ്ട്, ഇന്റർവ്യൂ ഗൈഡ് ഉണ്ട്, ഒബ്സർവേഷൻ ഗൈഡ് ഉണ്ട്. ഇതിൽ ഒബ്സർവേഷൻ ഗൈഡ് വരുന്നുള്ളത് നമുക്കറിയാം. ഇന്റർവ്യൂ സ്കെഡ്യൂളും സ്ട്രക്ചർഡ് ഇന്റർവ്യൂ സ്കെഡ്യൂളും ഇന്റർവ്യൂ ഗൈഡും ഇതിൽ ആക്ച്വലി ഇന്റർവ്യൂ ഗൈഡ് മാത്രമാണ് നമ്മുടെ കീഴിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്റർവ്യൂ ഗൈഡ് ആണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. സ്ട്രക്ചർഡ് ഇന്റർവ്യൂ സ്കെഡ്യൂൾ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പൊ ഏതൊക്കെ വരുന്നത്? ബിയും സിയും ആണ് നമ്മുടെ ആൻസർ. സോ നോക്കിയേ, ബി ആൻഡ് സി ഈ ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ. നോക്കി, ഡി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ. ക്വസ്റ്റ്യർ വരില്ല എന്ന് ഉറപ്പായി തന്നെ എ ബി സി ഡി ഓപ്ഷൻ പോയി, എ ആൻഡ് ഡിയും പോയി. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എ ബി സിയും ബി സിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തായി? 50-50 ചാൻസ് ആയി. ഒന്നെങ്കിൽ ഒന്നാമത്തെ വരാം, അല്ലെങ്കിൽ നാലാമത്തെ വരാം. ഇത് ഏതെങ്കിലും ഒന്ന് എന്തായാലും മസ്റ്റ് ആയിട്ടും കുത്തിയിരിക്കണം. ഓക്കെ, ശരി, ബി സി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ശരി. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഫർദർ എക്സ്പ്ലനേഷൻസോ ആണെങ്കിലും ഒക്കെ കോർഡിനേറ്റേഴ്സ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ JRF-നാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ JRF-നാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക? നിങ്ങൾ അറ്റംപ്റ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയുന്നതാണ് കുറേ പേർക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. അവർ അറ്റംപ്റ്റ് ഉണ്ടായിരിക്കില്ല, അവർ ലാസ്റ്റ് കുത്താന്നൊക്കെ വിചാരിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വിട്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് കുത്തുക. നിങ്ങൾക്ക് ഉറപ്പില്ലാത്താണെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ കുത്തി പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വന്നിട്ട് ഈ മാർക്ക് ഫോർ റിവ്യൂ ഇട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ നോക്കി പോയിക്കോളൂ, അല്ലെങ്കിൽ മാറ്റി കുത്തണമെങ്കിൽ കുത്തിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? അൺഅറ്റൻഡഡ് ആയിട്ട് വിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അവസാനം ചെയ്യാന്നൊക്കെ വിചാരിക്കും, പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല, പിന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അൺഅറ്റൻഡഡ് ആയി പോകും. അപ്പൊ അത്രയും അറ്റംപ്റ്റ് നമുക്ക് കുറഞ്ഞു പോകും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യുക? മാക്സിമം അറ്റംപ്റ്റ് കൊടുക്കുക. കാരണം ഇപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് നമുക്കില്ല. ഇനി ഭാവിയിൽ എങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അറ്റംപ്റ്റ് കൂട്ടുക. JRF-നൊക്കെ അറിയാലോ, ഇപ്പൊ കട്ട് ഓഫ് ഇപ്രാവശ്യത്തെ ഡിസംബർ സൈക്കിൾ തന്നെ 210 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അല്ലെ. സോഷ്യൽ വർക്കിന്റെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് 210 ആയിരുന്നു ഉണ്ടായിരുന്നത്. 210 അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം എത്ര ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം? 210 വരണമെങ്കിൽ എത്ര അറ്റൻഡ് ചെയ്തിരിക്കണം? 105 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം വേണേ. അപ്പൊ അത്രയും ചോദ്യം നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ആകെ 150 ചോദ്യത്തിൽ 100 ചോദ്യത്തിന് മേലെ 105 ചോദ്യം ശരിയാവണം നിങ്ങൾക്ക്. 105 ശരിയായാലും 210 വരുള്ളൂ. അപ്പൊ 105 ശരിയാവണമെങ്കിൽ നമ്മൾ എത്ര അറ്റംപ്റ്റ് കൊടുത്തിരിക്കണം? എന്തായാലും നല്ല അറ്റംപ്റ്റ്, പറ്റുമെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഫുള്ളും അറ്റൻഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ശരി, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.